ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധനായ ദൈവം ഒരിക്കൽ കൂടെ ദൈവസന്നിധി നമുക്കായിരിക്കാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ പ്രാർത്ഥനാ സമയമാണ്. നിങ്ങൾ ഓരോരോ ഭാഗത്ത് ഇരുന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടേ ആയിരിക്കും. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോകുന്നു. ഏത് ബലഹീന അവസ്ഥയാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, പ്രതികൂലത്തിന്റെ സാഹചര്യമായിരുന്നാലും പരിശുദ്ധനായ ദൈവത്തിന്റെ വല്ലഭത്വമുള്ള കരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അനുഗ്രഹത്തിന്റെ മാരി ഇന്ന് അയപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടേ ആയിരിക്കും. ആമേ സ്ത്രീ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേ കണ്ണുനീരോടെ ആമേ സ്ത്രീ എന്നെ അല്ല നോക്കേണ്ട കർത്താവിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതേ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഭവിക്കാൻ ഒരുക്കും. ഞാൻ അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് ആ വിഷയത്തിൽ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആമേ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ വലിയൊരു ജയത്തെ നമുക്ക് കാണുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കും. ഇപ്പോൾ സ്തോത്രം ഒരു പാട്ട് പാടി സങ്കീർത്തനം വായിച്ചതിന് ശേഷം ആമേ പ്രാർത്ഥന ആരംഭിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ആർക്കെങ്കിലും വെള്ളമോ എണ്ണയോ പ്രാർത്ഥിക്കുവാനുണ്ട് എങ്കിൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ കൂടെ അതിനും കൂടെ പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും അത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അത് ആ സമയം നിങ്ങളുടെ കരത്തിൽ അത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ദൈവിക മഹത്വം നിങ്ങൾക്ക് അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടേ ആയിരിക്കും. ഇപ്പോൾ ഒരു പാട്ട് പാടാം. എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് സ്തോത്രം നമുക്കൊരു പാട്ട് തുടങ്ങാം. എന്റെ പ്രിയൻ വാനിൽ വരാൻ കാകളത്തിൻ ധ്വനി കേൾക്കാൻ, എന്റെ പ്രിയൻ വാനിൽ വരാൻ കാകളത്തിൻ ധ്വനി കേൾക്കാൻ, ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി, ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കൂ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്നു സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ, ഞാൻ സന്തോഷിച്ചിടും എന്നു സ്തുതി പാടിടും എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ, എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകളത്തിൻ ധ്വനി കേൾക്കാറായി, എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകളത്തിൻ ധ്വനി കേൾക്കാറായി, മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി, മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി, പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകൂട നീ, പീഡിതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകൂട നീ, ഞാൻ പോലും പോകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശു എന്റെ കൂടെയുള്ളതാ, ഞാൻ പോലും പോകില്ല ഒരു നാളും വീഴില്ല എന്റെ യേശു എന്റെ കൂടെയുള്ളതാ, എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകളത്തിൻ ധ്വനി കേൾക്കാറായി, എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകളത്തിൻ ധ്വനി കേൾക്കാറായി, മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി,
ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതതുല്യരായി കാകക്കുന്നി ചുട്ടപൂജത്തെ ഉടയ്ക്കുന്നി നീചപാത്രത്തെ കാകക്കുന്നി ചുട്ടപൂജത്തെ ഉടയ്ക്കുന്നി നീചപാത്രത്തെ സിയോൻ പുത്രി ആർക്കുക എന്നു സ്തുതി പാടുക നിന്റെ രാജരാജൻ എഴുന്നള്ളതായി സിയോൻ പുത്രി ആർക്കുക എന്നു സ്തുതി പാടുക നിന്റെ രാജരാജൻ എഴുന്നള്ളതായി എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകടത്തിൻ ധ്വനി കേൾക്കാറായി എന്റെ പ്രിയൻ വാനിൽ വരാറായി കാകടത്തിൻ ധ്വനി കേൾക്കാറായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്ന് പാടും ദൂതതുല്യരായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതതുല്യരായി മേഘധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിടും നാമം ചേർന്നു പാടും ദൂതതുല്യരായി. ഇപ്പോൾ സങ്കീർത്തനങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ ഇപ്പോൾ വായിക്കാം. സങ്കീർത്തനങ്ങൾ 91. സങ്കീർത്തനങ്ങൾ 91 എല്ലാവർക്കും ചേർന്ന് വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു പാതയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഈ മഹാമാരിയുടെ നടുവിൽ ആയിരിക്കുമ്പോൾ അനേകം വ്യക്തിജീവിതങ്ങൾ ഈ ലോകത്തുനിന്നും പൊടുന്നനെ പട്ടുപോയപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ദീർഘായുസ്സോടും ആരോഗ്യത്തോടും ദൈവമഹത്വത്തോടും ദൈവം നടത്തിയ വിധങ്ങളെ വഹിച്ച് നമ്മളെപ്പോഴും ദൈവത്തിന് സ്തുതിയും മഹത്വവും കരേറ്റണം. എപ്പോഴും നന്ദിയുള്ള മക്കളായി ദൈവത്തിന്റെ ആ സന്നിധിയിൽ ഹല്ലേലൂയ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മഹാരോഗത്തു നിന്നും പരിശുദ്ധനായ ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്.
പ്രിയ ദൈവ പൈതലെ, ഇവിടെ മരണത്തിന്റെ പാശങ്ങൾ കടന്നു വന്നു. പാതാള വേദനകൾ ഓരോ ജീവിതങ്ങളിൽ കടന്നു വന്നു. അതിന് സമമായ ഒരു വ്യക്തി ജീവിതമാണ് ഹിസ്കിയാവ്. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മരിക്കത്തക്ക രോഗം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ വന്ന് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും എന്ന് ആ ഭാഗത്ത് പറയുകയാണ്. പക്ഷേ അവൻ ഉടനെ തന്നെ ആ വ്യക്തിയുടെ മുഖത്തല്ല നോക്കിയത്, അവൻ ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാനുള്ള കൃപ ഹിസ്കിയാവിന് കൊടുക്കുകയാണ്. അവൻ കണ്ണുനീർ തൂകിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരെ കണ്ടിട്ട് മറികടന്നു പോവത്തില്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഇവിടെ നോക്കണമേ, അവന് ഹല്ലേലൂയ ആ കണ്ണുനീരിന്റെ മറുപടി പരിശുദ്ധനായ ദൈവം ആ ഭാഗത്ത് കൊടുക്കുകയാണ്. പ്രവാചകൻ ഉടനെ തന്നെ ആ ഭാഗത്ത് കടന്നു വന്ന് ഹിസ്കിയാവിനോട് പറയുകയാണ്, നിനക്ക് 15 സംവത്സരം എന്റെ കർത്താവ് ആയുസ്സിനെ നീട്ടിത്തരികയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇവിടെ ആ പ്രാർത്ഥന എത്രത്തോളം ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ അവൻ ശക്തനാണ്. ഇവിടെ നോക്കണ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ 15 സംവത്സരം ആയുസ്സിനെ നീട്ടിക്കൊടുത്ത് അവൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ട് അവനായിരിക്കും. ആ പ്രാർത്ഥനയിൽ കൂടെ തന്നെ അവന്റെ പാപത്തെ എല്ലാം എന്റെ കർത്താവ് മോചിക്കുകയാണ്. പാപത്തെ എല്ലാം പുറകിലോട്ട് എറിഞ്ഞ് കളഞ്ഞ് അവന് വിശുദ്ധിയുടെ മഹത്വം ധരിപ്പിച്ചുകൊണ്ട് പുതിയൊരു ആത്മാവ് സൃഷ്ടിച്ച് അവനെ പുറത്തു കൊണ്ട് വരികയാണ്. പ്രിയ ദൈവ പൈതലെ, പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, രോഗസൗഖ്യം മാത്രമല്ല, നിന്റെ പാപത്തിന്റെ അനുഭവങ്ങളൊക്കെയും എന്റെ കർത്താവ് നീക്കിക്കളഞ്ഞ് പുതിയ ഒരു പന്താവിലേക്ക്, പുതിയ ഒരു ശുശ്രൂഷയിലേക്ക്, പുതിയ ഒരു ഹല്ലേലൂയ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധനായ ദൈവം നടത്തിക്കൊണ്ടേ ആയിരിക്കും. ഇവിടെ നോക്കണമേ, അവൻ ഹല്ലേലൂയ അവൻ ആരാധന ആലയത്തിൽ അല്ലെ പള്ളിയിൽ ചെന്ന് അവൻ പിന്നെ ആദ്യത്തിനേക്കാളും പിന്നത്തേതിൽ തന്ത്രി നാദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് നാം അവിടെ കാണപ്പെടുന്നത്. പ്രിയ ദൈവ പൈതല്, ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവകൃപയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ പിന്നത്തേതിൽ നോക്കണമേ, നിന്നെ എന്റെ കർത്താവ് ആയുസ്സുകളെ നീട്ടിത്തന്ന പിന്നെ ആലയത്തിൽ ചെന്ന് ആദ്യത്തെ ആരാധന പോലെ അല്ല, ആദ്യത്തെ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ അല്ല, അവൻ തന്ത്രിനാദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യ ആരാധന എന്തെന്ന് അവൻ ഇതിൽ കൂടി മനസ്സിലാക്കുവാൻ തക്കവണ്ണ ആ സ്വർഗീയ പർദീസയിൽ ഒരു ഓഹരിയായി തീരുവാൻ തക്കവണ്ണ പരിശുദ്ധനായ ദൈവം ഒരുക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, കഷ്ടതകളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ, നിരാശകൾ കടന്നു വരുമ്പോൾ അവരെ തളർന്നു പോകാതെ ദൈവസന്നിധി പ്രാർത്ഥനയോടും ജാഗരണയോടും നിൽക്കുന്നുവെങ്കിൽ, ആയിരിക്കുന്നുവെങ്കിൽ ഇതിൽ കൂടി വലിയൊരു മഹത്വം നിങ്ങൾക്ക് അനുഭവിപ്പാനിടയാകും. പരിശുദ്ധനായ ദൈവം ഏവരെയും കർത്താവ് അതേ തട്ടിലേക്ക് ദൈവം നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ, ആർക്കെങ്കിലും വെള്ളമോ എണ്ണയോ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ സമയം നിങ്ങൾ അതെടുത്തു വയ്ക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഏത് മൈൽ ദൂരം നിങ്ങളായിരുന്നാലും ആ ഭാഗത്ത് ദൈവം ഇറങ്ങി വന്ന്, നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ എന്റെ കർത്താവ് പ്രാർത്ഥന വിഷയത്തിൽ അത്ഭുതത്തെ ചെയ്ത് ഒരു മഹത്വം നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടേ ആയിരിക്കും. പ്രാർത്ഥിക്കാം ഒരുമയോടെ, കൃപയോടെ. അതേ സ്തോത്രം കർത്താവേ, എന്നെ അങ്ങ് തൊട്ടിട്ടല്ലാതെ, എന്നെ അങ്ങ് വിടുവിച്ചിട്ടല്ലാതെ, എന്നെ സൗഖ്യമാക്കിയിട്ടല്ലാതെ കർത്താവേ എന്നിൽ നിന്ന് കടന്നു പോകരുതേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവമഹത്വം അനുഭവിപ്പാനിടയാക്കും. പ്രാർത്ഥന ആരംഭിക്കാം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് വാഴുന്ന പരിശുദ്ധനായ ദൈവമേ, ഇന്ന് ഈ സമയത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ
പരിശുദ്ധാത്മാവ് തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഏത് ആവശ്യത്തോടെ, ഏത് ഭാരത്തോടെ ഈ ദൈവമക്കളായിരിക്കുന്നു, അവർക്കെല്ലാം വിടുതലിന്റെ കരം ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന രോഗബന്ധനത്താലായിരിക്കുന്ന വ്യക്തികളുണ്ട്. പരിശുദ്ധനായ ദൈവം ഈ രോഗത്തു നിന്നും പൂർണ്ണമായൊരു ശാന്തി, ഒരു സമാധാനം, ഒരു ദൈവിക കൃപ അവർക്ക് ഈ സമയം വ്യാപരിക്കപ്പെടുവാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തു നിന്നും എന്റെ കർത്താവിന്റെ വിടുതലിന്റെ ഫലം അവിടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോസിറ്റീവായ മക്കൾക്ക് അത് നെഗറ്റീവ് ആകട്ടെ അപ്പ. ദൈവമേ, കപത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം എന്റെ കർത്താവ് എടുത്തു മാറ്റണം. പുതിയൊരു ആരോഗ്യം സ്വർഗത്തു നിന്ന് അങ്ങ് കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നല്ല ആരോഗ്യം കൊടുക്കട്ടപ്പ. യേശുവിന്റെ നാമത്തിൽ ദൈവിക മഹത്വം അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഒരുക്കണം. തലവേദനകൾ മാറിപ്പോകട്ടെ, തലപ്പെരിപ്പുകൾ മാറിപ്പോകട്ടെ, ഹാർട്ടുള്ള ബലഹീനതകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറി അവർ സൗഖ്യം പ്രാപിപ്പാൻ എന്റെ കർത്താവ് ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സംബന്ധമായ ബലഹീനതയോടെ ഭാരപ്പെടുന്നവരുണ്ട്. ശരീരം മൊത്തം നീരിന്റെ പ്രയാസത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്. കിതപ്പിന്റെ പ്രയാസത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്. ആമേ, കണ്ണിന് കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഷുഗറിന്റെ പ്രയാസത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്. ആമേ, പലവിധമായ രോഗത്തിന്റെ മധ്യത്തിലുള്ള മക്കളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ നിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് ആമേ അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടികൾ മാറിപ്പോകട്ടെ, യൂട്രസിലുള്ള മുഴകൾ മാറിപ്പോകട്ടെ, നെഞ്ചിലുള്ള കട്ടികൾ മാറിപ്പോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും ഭാരങ്ങളും മാറിപ്പോകട്ടെ, ബ്ലീഡിങ്ങുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇവർ സൗഖ്യം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, ആത്മാവിന്റെ കൃപ ഇവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വല്ലഭത്വമുള്ള കരം ഇപ്പോൾ തോട്ടാട്ടെ കർത്താവേ. അതിശയത്തിന്റെ വീര്യത്തിന്റെ കരം ഇപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് ചലിക്കപ്പെടുക. അവരുടെ ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം അനുഭവിപ്പാൻ അവർ ഇരിക്കുന്ന ഭാഗത്ത് ദൈവത്തിന്റെ അത്യന്തരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടുക ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗങ്ങൾ മാറിപ്പോകട്ടെ, ബലഹീനതകൾ മാറിപ്പോകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, ജപ്തിയുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധനായ ദൈവമേ, അതിന്റെ വഴികളും വാതിലുകളും എന്റെ മക്കൾക്ക് വേണ്ടി തുറക്കപ്പെടുക. ദൈവത്തിന്റെ മനോഹരത്വം അവരുടെ ജീവിതത്തിന്മേൽ അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുക. ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവേ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അതിൽ വല്ലാത്ത തകർന്ന് ആമേ വല്ലാത്ത അനുഭവത്തിലേക്ക് കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്തു. പക്ഷെ ഇന്ന് കടം പോലും തീർക്കാൻ പറ്റാതെ, ആ ബിസിനസ്സിൽ നിന്ന് ഒരു അഭിവൃദ്ധി പോലെ കാണാൻ പറ്റാതെ ഒതുങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതമേ, എന്റെ കർത്താവിന്റെ വലിയ മഹത്വം എന്റെ മക്കളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ ആ ബിസിനസ് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച വ്യക്തി ജീവിതങ്ങളുണ്ട്. ആമേ സ്തോത്രം, തകർച്ച അല്ല കർത്താവേ, അതിൽ നിന്ന് വലിയൊരു മഹത്വം അവർക്ക് അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വശം തളർന്നു കിടക്കുന്ന വ്യക്തികളുണ്ട്. സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്. അനേകം ബാധ്യതകളുടെ നടുവിൽ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. നിന്റെ സഹോദരങ്ങൾ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഇന്ന് നിങ്ങൾ ബാധ്യതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നെങ്കിൽ പരിശുദ്ധനായ ദൈവമേ, അതിന്റെ വല്ലഭത്വമുള്ള കരം അല്ലെ മക്കളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് ആ ബാധ്യതകളിൽ നിന്നൊക്കെ ഒരു വിമോചനം കൊടുപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭവനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. പരിശുദ്ധനായ ദൈവം തക്ക സമയത്ത് അവർക്ക് ഭവനം കൊടുക്കട്ടെ. വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. എന്റെ കർത്താവ് നല്ല ആമ തുകയോടെ അത് വിൽക്കുവാനുള്ള കൃപ സ്വർഗത്ത് നമ്മൾ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ കർത്താവ്, കടത്തിന്റെ കിണിയിലായിരുന്നു ആമെ താമസിക്കുന്ന ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവ്. എന്റെ പൊന്നു തമ്പുരാനെ, നിന്റെ മഹത്വം വെളിപ്പെട്ട്
എന്റെ കർത്താവേ നിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് അതിൽ നിന്നൊരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ വലിയ കൃപ വ്യാപരിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ ആമേ വലിയൊരു മഹത്വം വെളിപ്പെടട്ടെ. ആമേ വ്രണത്താൽ ഭാരപ്പെടുന്നവരുണ്ടപ്പ യേശുവിന്റെ നാമത്തിൽ ആ വ്രണങ്ങൾ ഉണങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പുതിയ തൊക്കുകൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പുതിയ ബ്ലഡുകൾ വരട്ടെ. പുതിയ ഞരമ്പുകളോടെ വെച്ച് പിടിപ്പിക്കട്ടെ. അവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു സൗഖ്യം പ്രാപിപ്പാൻ വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാൽ നന്ദി. തലച്ചുറ്റിന്റെ പ്രയാസത്തോടെ ഭാരപ്പെടുന്നവരുണ്ട്. എന്റെ കർത്താവ് ആ തലച്ചുറ്റ് പൂർണ്ണമായി മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ മഹത്വവും മനോഹരത്വവും ദൈവിക ശക്തിയും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പ. ഒരു ഉറക്കത്തിനായിട്ട് കുതിക്കുന്നവരുണ്ട്. പരിശുദ്ധനായ ദൈവം ഈ നാളുകളിൽ അവർക്ക് നല്ല ഉറക്കം കൊടുത്ത് ഒരു ദൈവിക ആശ്വാസ സമാധാനം അങ്ങ് കൊടുത്ത് മാനിക്കപ്പെടുവാൻ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭാവി ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പ. പരിശുദ്ധനായ ദൈവം തക്ക സമയത്ത് ഓരോ മക്കൾക്ക് ഭാവി ജീവിതം കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടപ്പ. എത്രയും പെട്ടെന്ന് ഒരു ഉദരഭാഗ്യം കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേ എന്താണോ ബുദ്ധിമുട്ട്, എന്താണോ കുഴപ്പമപ്പ, യേശുവിന്റെ നാമത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ടപ്പ. യേശുവിന്റെ നാമത്തിൽ ഒരു തലമുറയെ ഒരു തലമുറയെ അവൻ വെച്ച് പിടിപ്പിക്കുവാൻ തക്കവണ്ണ അനുഗ്രഹിക്കപ്പെട്ട മഹത്വം അവർക്ക് അനുഭവിപ്പാൻ എത്രയും പെട്ടെന്ന് മക്കൾക്ക് ഒരു സാക്ഷ്യത്തിന്റെ അനുഭവം അവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. നന്ദി. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്ദയുടെ പരിഹാസത്തിന്റെ വക്കിലെ മക്കളായിരിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ കർത്താവേ ഗർഭാവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട്. കാലവും മാസവും തികയുമ്പോൾ സുഖമായൊരു വിടുതൽ സ്വർഗത്തിലുള്ള പിതാവ് കൊടുക്കണം. ആമെ കുഞ്ഞിന് കൊറോണ വരരുതപ്പ. അല്ലെ മക്കൾക്ക് അത് വരരുത്. ആമെ യേശുവിന്റെ നാമത്തിൽ ആമെ പൂർണ്ണ സൗഖ്യം വിടുതൽ അങ്ങ് അനുഭവിപ്പാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന ഉറപ്പിച്ചത് കർത്താവേ അത് ഒരിക്കലും പാഴ്ശൂന്യമായി പോകാതെ ദൈവകൃപയോടെ മനോഹരത്വമായ കോമളത്വമുള്ള പൈതങ്ങൾക്ക് ജന്മം നൽകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമെ അതിനും സാമ്പത്തികമില്ലാത്ത മക്കളുണ്ട് കർത്താവ്. എന്റെ കർത്താവ് വലിയ വാതിലുകൾ എന്റെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ പരിശുദ്ധനായ ദൈവം ഒരു ഉപജീവന മേഖലയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധനായ ദൈവം തക്ക സമയത്ത് ആ വഴി തുറക്കട്ടപ്പ. ആ ഉപജീവന മേഖലയിലെ മക്കൾക്ക് വേണ്ടി തുറക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എന്നെ ഈ പ്രാർത്ഥനയിൽ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടെ അങ്ങനെ ആ പ്രാർത്ഥന വിഷയത്തോടെ മക്കളായിരിക്കുന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഉപജീവന മേഖല എളിയ മക്കൾക്ക് ലഭിച്ച സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. നന്ദി. എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ കർത്താവേ. ആമേ വിധവന്മാരെ അനാഥമാരെ അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. ആരും ആശ്രയമില്ലാതെ ഒന്ന് സ്നേഹിപ്പാനോ ഒന്ന് കരുതുവാനോ ഇല്ലാതെ വളരെയധികം ഹല്ലേലൂയ മനോവേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് തരുന്നു. കർത്താവേ അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ, അവരെ ആത്മാവിൽ ഉറപ്പിക്കണമേ. അവരുടെ കാര്യാദികളെല്ലാം കൃപയോടെ ചെയ്യുവാൻ, അവരുടെ ദൈവമഹത്വത്തോടെ ചെയ്യുവാൻ, അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ആത്മാവിന്റെ ശക്തി അവർക്ക് കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. നന്ദി അപ്പ, നന്ദി. അങ്ങയുടെ കുരിശിന്റെ മറകിൽ ഓരോ മക്കളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തം ഓരോ മക്കൾ പ്രാപിച്ചെടുപ്പാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ മഹത്വം അനുഭവിപ്പാൻ ഒരുക്കട്ടെ. ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ അടിപ്പിണല അവർക്ക് സൗഖ്യവും സമാധാനവും വിടുതലും അനുഭവിപ്പാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ പരിശുദ്ധാത്മാവേ ഭവനത്തിന്റെ ഉള്ളറെ റെസ്റ്റ് എടുക്കുന്ന മക്കളുണ്ട്. അപ്പ ഭവനത്തിന്റെ ഉള്ളറെ കർത്താവേ ആമെ റെസ്റ്റ് എടുക്കുന്ന മക്കളുണ്ട്. പരിശുദ്ധനായ ദൈവം അവർക്ക് വേണ്ടുന്ന ആശ്വാസവും സമാധാനവും വിടുതലും സ്വർഗത്തും നമ്മൾ കൊടുത്ത് മാനിച്ച് അവരെ കൃപയോടെ പരിപാലിക്കണമേ. അവർക്ക് എത്രയും പെട്ടെന്ന് നെഗറ്റീവ് ആകട്ടപ്പ. എത്രയും പെട്ടെന്ന് ആ രോഗത്തിന്റെ എല്ലാവിധ പോരുകളിൽ നിന്നും മാറിപ്പോകട്ടെ. എല്ലാ പോരാട്ടങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ശത്രുവീതികളും മാറിപ്പോകട്ടെ. എല്ലാ ഭയത്തിന്റെ ആത്മാവും മാറിപ്പോകട്ടെ. വിറയലുകൾ മാറിപ്പോകട്ടെ. ഹാറ്റുള്ള ബലഹീനതകൾ മാറിപ്പോകട്ടെ. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവിക കൃപയോടെ അവരായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേസിൽ വെച്ചെടുക്കുന്ന എല്ലാ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക ഉയരത്തുനിന്ന് കൊടുക്കണമേ. അവിടെ രോഗത്തിന്റെ ബന്ധനങ്ങളെല്ലാം മാറ്റണമേ. ശാപത്തിന്റെ കെട്ടുകൾ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ മഹത്വം ആ കുടുംബങ്ങൾ
കുടുംബങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ എന്റെ തമ്പുരാൻ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളോ ബലഹീനതകളോ ഒന്നും വരുന്നപ്പ ദൈവത്തിന്റെ അത്യന്തരമായ ശക്തി അവരുടെ ജീവിതത്തിന്മേൽ അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കുടുംബനാഥന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കരങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഉപജീവന മേഖലകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ അനുഭവിപ്പാൻ ഒരുക്കണം. അപ്പ പരിശുദ്ധാത്മ ദാസിമാരെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. രോഗങ്ങളോ പ്രതികൂലങ്ങളോ അന്ധകാര ശക്തികളോ അല്ലെങ്കിൽ മക്കളെ തൊടാതെ കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിടുതലിന്റെ കരമാണ് അനുഭവിച്ചിരിക്കുന്നത്. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ തരുന്നു. കർത്താവെ അവ അനുഗ്രഹിക്കപ്പെട്ട ഒരു വയസ്സായി ഒരു അത്ഭുതത്തിന്റെ മഹത്വമായി അവർ തീരുമാനം ഒരിക്കലും രോഗങ്ങളോ പ്രതികൂലങ്ങളോ ഒരു അന്ധകാര ശക്തികളോ തുടരുക. അവിടെ വിദ്യാഭ്യാസ മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടുക. അവർ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി കർത്താവേ. ആമേ സ്തോത്ര കല്ലിൽ നിന്റെ രക്തത്താൽ മുദ്രയിടട്ടെ. കുഞ്ഞു മക്കളെ അപ്പന്റെ കരത്തിലേക്ക് തരുന്നു കർത്താവേ. അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് രോഗങ്ങൾ വരരുത്. ഒരു അണുക്കൾ പോലെ അവരുടെ ശരീരങ്ങളിൽ പ്രവേശിക്കാതെ അങ്ങനെ രക്തത്താൽ മുദ്രയിടപ്പെടുവാൻ ഒരുക്കണമേ. ആമേ നിങ്ങൾ പ്രേരണത്ത് ഒരു കുടുംബങ്ങളിൽ മരണവാശങ്ങൾ വരരുത്, പ്രതികൂല സാഹചര്യങ്ങൾ വരരുത്, അന്ധകാര താമസങ്ങൾ വരരുത്, കുരുട്ടുകൾ അവരെ മൂടിക്കളയല്ലേ കർത്താവേ. നിന്റെ മഹത്വം അവർക്ക് അനുഭവിപ്പാൻ തക്കണം ഒരുക്കണമേ. വിദേശത്തായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതത്തെ അപ്പന്റെ കരത്തിലേക്ക് തരുന്ന ആമേ. അനേകം മക്കൾ രോഗികളായിരിക്കുന്നു, അനേകം മക്കൾക്ക് ഉപജീവന മേഖലകൾ ഇല്ലാതിരിക്കുന്നു, അനേകം മക്കൾക്ക് ഉപജീവന മേഖല ഉണ്ടെങ്കിലും അതിനുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കാതെ ഓരോരോ ഭാഗങ്ങളിൽ മൂടപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. സാമ്പത്തികം ലഭിക്കേണ്ട ഭാഗത്ത് സാമ്പത്തികം ലഭിക്കട്ടെ. അവൻ നാട്ടിലേക്ക് സാമ്പത്തികം അയക്കേണ്ട മക്കൾ തക്ക സമയത്ത് അയക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് തകർത്ത് അനുഗ്രഹിക്കപ്പെട്ട മഹത്വം അവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി. മിശ്രിക്കായിട്ട് സാധു സഹായത്തിനായിട്ട് തരുന്ന എല്ലാ വ്യക്തികളും അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. അവരെ മാനിക്കണം. തന്നതുകൊണ്ട് കുറഞ്ഞോ എന്നല്ല, അമർത്തി കുലിക്ക് അവരുടെ ഭണ്ഡാരത്തിൽ കൊടുത്ത് മാനിച്ച അവരെ കൃപയോടെ പരിപാലിക്കപ്പെടുക, ദൈവ മഹത്വത്തോടെ പരിപാലിക്കപ്പെടുക ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കും തരുവാനുള്ള സാമ്പത്തികം ഉയർത്തുന്നു കൊടുക്കണം. അപ്പ യേശുവിന്റെ നാമത്തിൽ അതിനുള്ള വഴികൾ തുറക്കണമേ. അതിനുള്ള ഉപജീവന മേഖല കർത്താവ് തുറന്ന് അനുഗ്രഹിക്കപ്പെട്ട മഹത്വം അവർക്ക് അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി പറയുന്നു കർത്താവേ. നിന്റെ മഹത്വം അനുഭവിക്കാൻ പോകിയാൽ നന്ദി. ആമേ ഇവരെ കുരിശിന്റെ മറകിലങ്ങ് മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി കർത്താവേ. നന്ദി. എല്ലാ ആമേ മിശ്ര വേലക്കാരെയ എല്ലാ ദൈവവേല ചെയ്ത എല്ലാ മക്കളെയ ആമേ ഹാലൽ ഞാൻ അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. ഓരോ നിമിഷം അവരെ പരിപാലിച്ച് ആമേ ദൈവ മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്യുക ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലയങ്ങൾ തുറക്കട്ടെ കർത്താവേ. ആലയങ്ങൾ തുറക്കട്ടെ. അതുപോലെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാ, ആത്മാവിലെ സത്യത്തിനും ആരാധിപ്പാ, ദൈവത്തെ ഹാലൽ ഉയർത്തി കാണിക്കുവാൻ ഇനിയും എന്റെ പരിശുദ്ധാത്മ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ മക്കളുടെ അനാവശ്യ ചോർച്ചലുകൾ മാറിപ്പോകട്ടെ, പച്ചലുകൾ മാറിപ്പോകട്ടെ, ബന്ധനക്കെട്ടുകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കാലിലെ ബലഹീനതകൾ മാറിപ്പോട്ടെ, ഉദരസംബന്ധമായ ബലഹീനതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂത്ര തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ മാറിപ്പോകട്ടെ, പനി മാറിപ്പോകട്ടെ. നിന്റെ അഗ്നി കോട്ടയ്ക്കുള്ളിൽ തന്നെ എന്റെ മക്കളായിരിക്കാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം എണ്ണയിൽ അപ്പന്റെ കാര്യം പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇവരെന്തിനാ എന്തൊക്കെ വിഷയം വെച്ചവർ ഹാലോ അതിനുവേണ്ടി എടുത്തു വെച്ചോ അത് കുടിക്കുമ്പോ അത് ഹാലൽ ഇടുമ്പോ വലിയൊരു രോഗസൗഖ്യ, ഒരു ഭൂതസൗഖ്യ, ആകുല ചിന്തകളിൽ നിന്ന്, ഒരു ഭാരത്തിൽ നിന്ന്, ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അതിൽ നിന്നൊരു ആശ്വാസം വിടുതല എന്റെ മക്കൾക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി കർത്താവേ. ആത്മഹത്യ പ്രേരണകൾ പൂർണ്ണമായി മാറ്റണം. ആമേ ആത്മഹത്യ പ്രേരണകൾ മാറിപ്പോകട്ടെ, ആക്സിഡന്റുകൾ മാറിപ്പോകട്ടെ. ആമേ യേശുവിന്റെ നാമത്തിൽ ആമേ ദൈവത്തിന്റെ വലിയ മഹത്വം അവരുടെ ജീവിതത്തിന്മേൽ അനുഭവിപ്പാൻ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകിയാൽ നന്ദി കർത്താവേ. ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് കോട്ട കെട്ടി മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മ ശക്തികളോ ഒരു പ്രതികൂല ശക്തികളോ ഒരു രോഗത്തിന്റെ കെട്ടുകളോ ഒന്നും അല്ലെങ്കിൽ മക്കളെ തൊടാതെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകത്തിന്റെ കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. ദേശത്തിന് വേണ്ടി, ആമേ രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ആമേ കൂട്ടാളികൾക്ക് വേണ്ടി, രോഗബന്ധനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആത്മഭാരം ഈ നാളുകളിൽ കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെ അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. ഐസിയിലായിരിക്കുന്നവർ, വാർഡിലായിരിക്കുന്നവർ, വെന്റിലേറ്ററിലായിരിക്കുന്നവർ, വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരെല്ലാം യേശു കർത്താവ് ഇപ്പോൾ തുടട്ടപ്പ രോഗസൗഖ്യം വരട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ വന്ന് വിശ്രമിപ്പാൻ പരിശുദ്ധാത്മ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാർത്തയ്ക്ക് മാതാപിതാക്കളെ അപ്പന്റെ കരത്തിലേക്ക് തരുന്നു. നരകോളം ചുമക്കാമെന്ന് പറഞ്ഞ
കർത്താവിന്റെ വലിയ കരം അവരുടെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ, എല്ലാ ദുഷ്ടന്റെ കെട്ടുകളെ എന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി സ്വസ്ഥത പ്രാപിപ്പാൻ ഒരുക്കണം. ഈ പ്രാർത്ഥനയിൽ കൂടെ വിടുതൽ ലഭിച്ച് അനുഗ്രഹത്തിന്റെ മഹത്വം അനുഭവിച്ച് ചിലത് എനിക്ക് എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞ ആ മാറായ കർത്താവ് മധുരമാക്കിയെന്ന് അല്ലെ മക്കൾക്ക് സാക്ഷീകരിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കരം അനുഭവിച്ചിരിക്കാൻ നന്ദി. മാനവ മഹത്വം എടുക്കണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.